പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ഒരു അന്ത്യമില്ലാതെ മുന്നോട്ടു പോകുമ്പോൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് അമേരിക്ക. എന്തിനും സജ്ജമായി 3 US വിമാനവാഹിനി കപ്പലുകൾ അമേരിക്ക ഇറക്കിക്കഴിഞ്ഞു. എന്നാൽ അതിന് ബദലായി ഇറാൻ ഇറക്കാൻ പോകുന്നത് 30 വർഷം പഴക്കമുള്ള ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ന്യാഷ എന്ന ഭീമൻ ടാങ്കറിനെയാണ്. ഇറാനെ മുട്ടുകുത്തിച്ചേ അടങ്ങൂ എന്ന് അമേരിക്ക വാശി പിടിക്കുമ്പോൾ അതിന് വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം നിർണായക ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. വീണ്ടും ന്യാഷ കടലിൽ ഇറങ്ങുമ്പോൾ അത് വെറും ഒരു കപ്പൽ യാത്രയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായ ഇറാന്റെ നിലനിൽപ്പിനായുള്ള അവസാനഘട്ട പോരാട്ടമാണ്. അമേരിക്കയുടെ കടുത്ത ഉപരോധത്തിൽ ശ്വാസം മുട്ടുന്ന ഇറാൻ തങ്ങളുടെ എണ്ണ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടമോടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ കോസ്റ്റ് ഷിപ്പ് അഥവാ പ്രേതക്കപ്പലിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. മധ്യപൂർവേഷ്യയിലെ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന USS ജോർജ് H.W. ബുഷ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിലെത്തിയത്. 1000 അടിയിലധികം നീളമുള്ള 800-ലധികം വിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ള ഈ ഭീമൻ വിമാനവാഹിനി കപ്പൽ എത്തിയതോടെ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ എണ്ണം 3 ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ചർച്ചകൾക്കുള്ള വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുന്നു. പക്ഷേ സമയം ഇറാന്റെ ഭാഗത്തല്ല എന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റ് പ്രസ്താവിച്ചത് ഗൗരവമേറിയ സാഹചര്യത്തെയാണ് വിലയിരുത്തുന്നത്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് മറുപടിയായി തങ്ങളുടെ സമുദ്രപരിധിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ പിടിച്ചെടുക്കാൻ ഇറാനും ശ്രമിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. എങ്കിലും ഇറാന്റെ ഈ നീക്കങ്ങൾ അവർ നേരിടുന്ന അടിസ്ഥാനപരമായ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നില്ല. കയറ്റുമതി ചെയ്യാൻ കഴിയാത്ത എണ്ണ വലിയ കപ്പലുകളിൽ നിറച്ച് കടലിൽ നിർത്തുക എന്നത് വലിയ ചെലവേറിയതും താൽക്കാലികവുമായ ഒരു സംവിധാനം മാത്രമാണ്. ന്യാഷ എന്ന പഴയ കപ്പൽ വീണ്ടും കടലിലിറങ്ങുന്നത് ഇറാന്റെ കരുത്തല്ല, മറിച്ച് നിസ്സഹായ അവസ്ഥയാണ് കാണിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ഉപരോധങ്ങളിലൊന്നിനെ അതിജീവിക്കാൻ പഴയ കപ്പലുകളെയും നിഴൽ ശൃംഖലകളെയും ആശ്രയിക്കേണ്ടി വരുന്ന ടെഹ്റാൻ ഒരു സാമ്പത്തിക സ്തംഭനത്തിന്റെ വക്കിലാണ്. എണ്ണ സംഭരണികൾ നിറയുന്നതോടെ വരും ആഴ്ചകളിൽ ഇറാന് നിർണായകമാകും. ചർച്ചകൾക്ക് ഇറാൻ വഴങ്ങുമോ അതോ കടലിൽ പുതിയൊരു യുദ്ധമുഖം തുറക്കപ്പെടുമോ എന്ന് കാത്തിരുന്നു കാണേണ്ടി വരുന്നു. സിംഗപ്പൂരിലേക്ക് കടക്കാൻ ശ്രമിച്ച ഇറാനിയൻ പതാക വഹിച്ച ഒരു ടാങ്കറിനെ അമേരിക്കൻ സേന ഈ ആഴ്ച തടഞ്ഞു. ഇന്ത്യ, മലേഷ്യ, ശ്രീലങ്ക എന്നിവയ്ക്ക് സമീപമുള്ള കടൽ മേഖലകളിൽ വെച്ച് 3 ഇറാനിയൻ കപ്പലുകളെയാണ് US ഷിപ്പിംഗ് സുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തത്. ഇതോടെ ഇറാനിൽ നിന്ന് എണ്ണയുമായി പുറപ്പെടുന്ന ഓരോ കപ്പലും രാജ്യാന്തര വിപണിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പിടിക്കപ്പെടുമെന്ന അവസ്ഥ സംജാതമായിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.